സബ്ജക്റ്റ് വ്യത്യാസമുള്ളത് എഴുതുമ്പം വളരെ എളുപ്പമാണ്. അത് മാത്രം ആസ് വെൽ ആസ്. ഇപ്പോൾ രാജു ഈസ് എ ടീച്ചർ, രവി ഈസ് എ ടീച്ചർ. രാജു ആസ് വെൽ ആസ് രവി ഈസ് എ ടീച്ചർ. ഒരിക്കലും ഈസ് മാറി ആറൊന്നും ആവത്തില്ല. അത് പഠിച്ചു വെച്ചോണം. നെയ്തർ നോർ വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വരില്ല. നെയ്തർ നോർ പിന്നെ അതും ഇല്ല ഇതും ഇല്ല എന്ന അർത്ഥത്തിലാണ് നെയ്തർ നോർ ഉപയോഗിക്കുന്നത്. ടോപ്പിക്കിൻ്റെ പേര് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. രണ്ടിടത്തും ദാൻ ഉണ്ട്. ദാൻ ഉള്ളപ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കമ്പാരറ്റീവ് ഡിഗ്രി വൈസറാണ്. വൈസ് പോസിറ്റീവ്, വൈസർ കമ്പാരറ്റീവ്. പിന്നെ പഠിച്ചത് ബോത്ത് ആൻഡ്. ആൻഡിൻ്റെ റൂളാണ് ബോത്ത് ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. പിന്നെ പഠിച്ചത് ആസ് വെൽ ആസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഞ്ജിത്ത് ആർ കെ തഴവ. എല്ലാവർക്കും LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും സൂപ്പർ 6 ചലഞ്ച് ഇംഗ്ലീഷിൻ്റെ 3ാമത്തെ ദിവസത്തേക്ക് സ്വാഗതം. ആദ്യത്തെ 2 ദിവസങ്ങളിലും നമ്മൾ ലിങ്കേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകൾ നമ്മൾ ഇതിനോടകം ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. പതിവ് പോലെ തന്നെ ഇന്നും ടോപ്പിക്ക് ഒരുപാടുണ്ട്. അതുമാത്രമല്ല അതിനോടൊപ്പം തന്നെ എക്സാമും ഉണ്ട്. എല്ലാവരും പരീക്ഷ അറ്റൻഡ് ചെയ്യണം. താഴെയുള്ള ലിങ്കിൽ കയറി പരീക്ഷ അറ്റൻഡ് ചെയ്യണം ഈ ക്ലാസ് കഴിയുമ്പോൾ. എന്നത്തെയും പോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സൂപ്പർ 6 ചലഞ്ച് കൂടുതൽ ഭംഗിയാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് എത്തിയിരിക്കുകയാണ്. ടോപ്പിക്കിൻ്റെ പേര് നെയ്തർ നോർ എന്നാണ്. ടോപ്പിക്കിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ നെയ്തർ നോർ എന്നാണ്. നെയ്തർ നോർ വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വരില്ല. നെയ്തർ നോർ പിന്നെ അതും ഇല്ല ഇതും ഇല്ല എന്ന അർത്ഥത്തിലാണ് നെയ്തർ നോർ ഉപയോഗിക്കുന്നത്. നെയ്തർ ഹി നോർ ഷീ ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പം അവനും അവളും ടീച്ചറല്ല, രണ്ടും അല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പം നെയ്തർ നോർ ഒരു നെഗറ്റീവ് വേർഡാണ്. അതുകൊണ്ട് തന്നെ നെയ്തർ നോർ വരുന്ന സെൻറ്റൻസുകളിൽ 2 പറഞ്ഞ പോലെ നെയ്തർ നോർ വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് ആവശ്യമില്ല. ഇവ ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുന്നു. പരീക്ഷയ്ക്ക് നെയ്തർ നോറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. അതിൽ ആദ്യത്തെ ചോദ്യം, നെയ്തർ നോറ് വരുന്ന സെൻറ്റൻസുകളിൽ നെഗറ്റീവ് വേർഡ്സ് കാണാറില്ല, തെറ്റുതിരുത്താൻ ചോദിക്കാറുണ്ട്. രണ്ടാമത്തത്, നെയ്തർ നോറ് ചേർത്ത് 2 സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുമ്പോൾ 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിക്കും. താണ്ടേ നോക്കാം. എയ്തർ ഹി, നെയ്തർ നോറും ഉണ്ട്, എയ്തർ ഓറും ഉണ്ട്. എയ്തർ ഓർ പോസിറ്റീവാണ്. എയ്തർ ഒന്നുകിൽ അല്ലെങ്കിൽ എന്നാണ്. ഇത് രണ്ടിനും ഒറ്റ റൂളാണ്. നെയ്തർ നോറിനും എയ്തർ ഓറിനും ഒരേ റൂള് തന്നെയാണ്. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ അതും ഇല്ല ഇതും ഇല്ല. എയ്തർ ഓർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അല്ലെങ്കിൽ. രണ്ടിനും ഒറ്റ റൂളാണ്. നെയ്തർ നോറിൽ പിന്നെ നെഗറ്റീവ് വേർഡ് വരില്ല. എയ്തർ ഓറിൽ നെഗറ്റീവ് വേർഡ് വരാം, നോ പ്രോബ്ലം. അത് പോസിറ്റീവ് ആയതുകൊണ്ട്. നെയ്തർ നോർ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എയ്തർ ഓർ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിക്കും. ഉദാഹരണത്തിന്, എയ്തർ ഹി ഓർ ഹിസ് ബ്രദേഴ്സ് ഡാഷ് ടു അറ്റൻഡ് ദ സെമിനാർ. എയ്തർ ഓർ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് ഹീയും 2 ഹിസ് ബ്രദേഴ്സും. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹിസ് ബ്രദേഴ്സ് ആണ്. ഹിസ് ബ്രദേഴ്സ് പ്ലൂറൽ ആയതുകൊണ്ട് ഹാവ്. ആൻസർ ഹാവ് ആണ്, ഹാസ് വരില്ല. നെയ്തർ ഹി നോർ ഐ. നെയ്തർ നോർ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹീയും ഐയും. ഇപ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആണ്. അപ്പം ആൻസർ വരുന്നത് ഐക്ക് അനുസരിച്ച് മാറും. ഐക്ക് പറ്റുന്നത് ഒന്നേ ഉള്ളൂ. അത് ഏതാണെന്ന് ചോദിച്ചാൽ ആമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബോത്ത് ആൻഡ്. അടുത്ത ടോപ്പിക്കിലേക്ക്. അപ്പം നെയ്തർ നോറും എയ്തർ ഓറും ഇത്രയും പഠിച്ചാൽ മതി. നെയ്തർ നോർ നെഗറ്റീവാണ്, എയ്തർ ഓർ പോസിറ്റീവാണ്. നെയ്തർ നോർ ചേർന്ന് വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് വേർഡ്സ് പാടില്ല. എയ്തർ ഓറിൽ വരാം. നെയ്തർ നോർ എന്ന് വെച്ചാൽ അതും ഇല്ല ഇതും ഇല്ല. എയ്തർ ഓർ എന്ന് വെച്ചാൽ ഒന്നുകിൽ അല്ലെങ്കിൽ. നെയ്തർ ഓർ എയ്തർ ഓർ ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുന്നു. 2 വാക്കുകൂടെ പഠിച്ചു വെച്ചോ. ഇതേ റൂൾ ഉള്ളത്. ഒന്ന് ഓറും 2 നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഓർ അല്ലെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോഴും ഇതേ റൂള് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് ഓർക്കുക. നെക്സ്റ്റ്, അടുത്ത ബോത്ത് ആൻഡ്. ടോപ്പിക്കിൻ്റെ പേര് ബോത്ത് ആൻഡ് എന്നാണ്. ആൻഡിൻ്റെ അതേ റൂളാണ്. ബോത്ത് ആൻഡ് എന്ന് പറഞ്ഞാൽ 2 പേരും എന്നുള്ള അർത്ഥത്തിലാണ്. ബോത്ത് ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് അങ്ങനെ പറയാറുണ്ട്. അവനും അവൻ്റെ സുഹൃത്തുക്കളും കൂടെ. അപ്പം ബോത്ത് ആൻഡ് ചേർക്കുമ്പം വെർബ് പ്ലൂറലാണ്, സംശയിക്കേണ്ടതില്ല. ആൻഡിൻ്റെ അതേ റൂള് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബോത്ത് ആൻഡ് ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് പ്ലൂറലായിരിക്കും. കാരണം ബോത്ത് ആൻഡ് ചേർക്കുമ്പോൾ 2 സബ്ജക്റ്റായിട്ട് എടുക്കാറുണ്ട്, അതുകൊണ്ട് പ്ലൂറലാണ്. ആൻഡിൻ്റെ റൂളും അത് തന്നെയാണ്. ആൻഡ് ചേർക്കുമ്പോഴും വെർബ് പ്ലൂറലാണ്. ബോത്ത് ഹി ആൻഡ് ഹിസ് വൈഫ് 2 കൂടെ ചേർത്തെടുത്താൽ മതി, പ്ലൂറലായിരിക്കും. അതുകൊണ്ട് ഹാവ് ആണ്. ആൻസർ ഹാവ് ആണ്. ബോത്ത് ആൻഡ് ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് പ്ലൂറലായിരിക്കും. പഠിച്ചു വെക്കുക. എയ്തർ ഓർ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഓർ ഇവ ചേർത്ത് 2 സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് മാറും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കൂടാതെ എന്നാണ്. കൂടാതെ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു ആസ് വെൽ ആസ്. ആസ് വെൽ ആസും ആൻഡും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പറഞ്ഞുതരാം.
ഹീ ഈസ് എ ടീച്ചർ, ഹിസ് വൈഫ് ഈസ് ആൾസോ എ ടീച്ചർ. ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുക. ഹീ ഈസ് എ ടീച്ചർ, ഹിസ് വൈഫ് ഈസ് ആൾസോ എ ടീച്ചർ. അപ്പോൾ ഈ വ്യത്യാസമുള്ളത് ആസ് വെൽ ആസ് ചേർക്കണം. ഇവിടെ വ്യത്യാസമുള്ളത് ഹീയും ഹിസ് വൈഫും ആണ്. അത് ആസ് വെൽ ആസ് ചേർത്ത് എഴുതണം. ഹീ ആസ് വെൽ ആസ് ഹിസ് വൈഫ്. പിന്നെ ബാക്കിയുള്ള ഒരിടത്ത് ഒരു ക്ലോസ് മതി. രണ്ടിടത്തും ഈസ് എ ടീച്ചർ ആയിട്ട് ധൈര്യമായിട്ട് എഴുതാം. ഈസ് എ ടീച്ചർ. സബ്ജക്റ്റ് ഒരുപോലെ വരുന്നത്, സബ്ജക്റ്റ് വ്യത്യാസമുള്ളത് എഴുതുമ്പം വളരെ എളുപ്പമാണ്. അത് മാത്രം ആസ് വെൽ ആസ്. ഇപ്പോൾ രാജു ഈസ് എ ടീച്ചർ, രവി ഈസ് എ ടീച്ചർ. രാജു ആസ് വെൽ ആസ് രവി ഈസ് എ ടീച്ചർ. ഒരിക്കലും ഈസ് മാറി ആറൊന്നും ആവത്തില്ല. അത് പഠിച്ചു വെച്ചോണം. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. വേറെ ഒരെണ്ണം കാണിച്ചു തരാം. രണ്ടാമത്തെ ടൈപ്പ്. ആദ്യത്തെ ടൈപ്പ് സബ്ജക്റ്റ് ഒരുപോലെ വന്നാൽ വെർബിൻ്റെ ഫ്രേസ് മാറ്റിയേ വേണ്ട. ഇപ്പോൾ ഈസ് എ ടീച്ചർ ആണെങ്കിൽ ഈസ് എ ടീച്ചർ, ആർ ടീച്ചേഴ്സ് ആണെങ്കിൽ ആർ ടീച്ചേഴ്സ്, അങ്ങനെ ധൈര്യമായിട്ട് എഴുതാം. വെർബ് മാറത്തില്ല. സബ്ജക്റ്റ് മാത്രം. ഇപ്പോൾ രാജു ആസ് വെൽ ആസ് രവി, രാജു കൂടാതെ രവി ഈസ് എ ടീച്ചർ എന്നാണ് പറയുന്നത്. ഇവിടെ ദ ടീച്ചർ ഹാസ് അറ്റൻഡഡ് ദ സെമിനാർ, ദ സ്റ്റുഡൻസ് ഹാവ് ആൾസോ അറ്റൻഡ് സെമിനാർ. ഇവിടെ വ്യത്യാസമുള്ളത് ടീച്ചർ, ദ സ്റ്റുഡൻറ്റ്. സബ്ജക്റ്റ് വ്യത്യാസമുണ്ട്. ഹാസ്, ഹാവ്. വെർബും വ്യത്യാസമുണ്ട്, സൂക്ഷിക്കണം. മുമ്പെടുത്ത് വെർബ് വ്യത്യാസമില്ലായിരുന്നു, രണ്ടിടത്തും ഈസായിരുന്നു. സബ്ജക്റ്റും വെർബും വ്യത്യാസം വന്നാൽ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റിനെ ആസ് വെൽ ആസ് ചേർത്തിടണം. ദ ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. ആദ്യം സബ്ജക്റ്റിനെ ആസ് വെൽ ആസ് ചേർത്ത് എഴുതിയിട്ട് ആദ്യത്തെ സബ്ജക്റ്റ് ദ ടീച്ചർ, ടീച്ചറിന് പറ്റിയ വെർബ് ഹാസ്. ടീച്ചർ ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ് ഹാസ് അറ്റൻഡഡ് ദ സെമിനാർ. ആദ്യത്തെ വെർബാണ് എഴുതുന്നത്. അതായത് ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുന്നു. നോട്ട് ദ പോയിന്റ്. ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് ടീച്ചറിന് ഇമ്പോർട്ടൻസ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ടീച്ചർ കൂടാതെ സ്റ്റുഡൻസ്, ടീച്ചറിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് ഹാസ് എഴുതിയത്. ആ റൂള് പഠിച്ചു വെക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. ഹി ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ്. സബ്ജക്റ്റ് ഹീ ആണ്. ബ്രദേഴ്സിനെ മൈൻഡ് ചെയ്യേണ്ട. വാസാണോ വേറാണോ? ഹീക്ക് പറ്റിയത് വാസ്. തിരിച്ചായിരുന്നെങ്കിൽ ഹിസ് ബ്രദേഴ്സ് ആസ് വെൽ ആസ് ഹീ എന്നായിരുന്നെങ്കിൽ വേർ വന്നേനെ. മനസ്സിലായോ? ഹിസ് ബ്രദേഴ്സ് ആദ്യം വന്നിരുന്നെങ്കിൽ വേർ വന്നേനെ. ഹി ഡാഷ് ഹിസ് ബ്രദേഴ്സ് വെയർ ആബ്സെന്റ്. ഇനി ആൻഡും ആസ് വെൽ ആസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിക്കുമെങ്കിൽ ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഇനി ഇവിടെ നോക്കൂ. ഹി ഡാഷ് ഹിസ് ബ്രദേഴ്സ് വെയർ പ്രസന്റ്, വെയർ ആബ്സെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ക്ലൂ വെർബ് മാത്രമാണ്. വെർബ് വെയർ ആണ്. വെയർ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. ചോദ്യം ഇതാണ്, ഹി ആസ് വെൽ ആസ് ഹിസ് ബ്രദേഴ്സ് ആണോ ഹി ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആണോ? വിച്ച് വൺ ഈസ് ദ റൈറ്റ് ആൻസർ? നമുക്കറിയാം ആസ് വെൽ ആസ് ചേർത്ത് കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ വാസേ വരത്തുള്ളൂ. ഹി സബ്ജക്റ്റ് ആകുമ്പം അവിടെ വാസേ വരത്തുള്ളൂ. അപ്പോൾ അവിടെ വേർ വന്നിരിക്കുന്നു. അപ്പോൾ ആൻഡിൻ്റെ റൂൾ എന്താണ്? ആൻഡ് ചേർത്ത് വെൻ ടു ഓർ മോർ സിംഗുലർ സബ്ജക്ട്സ് ഓർ പ്ലൂറൽ സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ ആൻഡ് ദ വെർബ് ദ വെർബ് ഈസ് ആൾവേസ് പ്ലൂറൽ. വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ആൻഡ്. ആസ് വെൽ ആസ് അല്ല, ആൻഡ് എന്നാണ് വരുന്നത്. നെക്സ്റ്റ്. ആൻഡ് ചേർക്കുമ്പോൾ വെർബ് എപ്പോഴും ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ മോർ ചേർത്ത് എഴുതുക. സോ ആൻഡ് ചേർക്കുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ഇത് തെറ്റാണ്, ഇവിടെ വന്നൊരു മിസ്റ്റേക്കാണ്, ക്ഷമിക്കുക. ആൻഡ് ചേർക്കുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും എന്നാണ്. ആ മാറ്റർ അവിടെ പ്രിന്റഡ് മിസ്റ്റേക്ക് വന്നതാണ്. പ്ലൂറൽ ആയിരിക്കും എന്ന് മാറ്റി എഴുതുക. ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. ഓക്കെ. ഇനി വേറൊരു ചോദ്യം ദാണ്ടേ. രാജു ഈസ് ഡാഷ് ദാൻ ഇൻ്റലിജൻസ്. ഇത് വേറൊരു ചോദ്യമായിട്ട് കൂട്ടി ആദ്യം അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നതേ ഉള്ളൂ. രാജു ഈസ് ഡാഷ് ദാൻ ഇൻ്റലിജൻസ്. ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ചോദ്യത്തിൻ്റെ പൊരുൾ ഞാൻ മനസ്സിലാക്കി തരാം. എൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഫാക്റ്റ് പറയാം. അവിടെ അത് കയറി വന്നതുകൊണ്ട് പറഞ്ഞുതരാം. ഇപ്പം രാജു ഈസ് ഡാഷ് ദാൻ രവി. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. രാജു ഈസ് ഡാഷ് ദാൻ രവി. അടുത്ത ചോദ്യം, രാജു ഈസ് ഡാഷ് ദാൻ സ്മാർട്ട്. രാജു ഈസ് ഡാഷ് ദാൻ, അല്ലെങ്കിൽ വേണ്ട, രാജു ഈസ് ഡാഷ് ദാൻ സ്ട്രോങ് എന്ന് പറയാം. രാജു ഈസ് ഡാഷ് ദാൻ സ്ട്രോങ്. രണ്ടിനും ഓരോ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. വൈസ്, വൈസർ, അതുപോലെ തന്നെ വൈസസ്റ്റ്, അതുപോലെ തന്നെ മോർ വൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. മോർ വൈസ്. ടോപ്പിക് അറിയാവുന്നവർക്കറിയാം. ടോപ്പിക്കിൻ്റെ പേര് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ്. രണ്ടിടത്തും ദാൻ ഉണ്ട്.
ദാൻ ഉള്ളപ്പോൾ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ കമ്പാരറ്റീവ് ഡിഗ്രി വൈസറാണ്. വൈസ് പോസിറ്റീവ്, വൈസർ കമ്പാരറ്റീവ്, വൈസസ്റ്റ് സൂപ്പർലേറ്റീവ്. അപ്പോൾ ആൻസറായിട്ട് വരേണ്ടത് വൈസറാണ്. രാജു ഈസ് വൈസർ ദാൻ സ്ട്രോങ്, രാജു ഈസ് വൈസർ ദാൻ രവി. ഇത് ഇങ്ങനെയാണ് വരേണ്ടത്. കാരണം മോർ വൈസ് എന്നുള്ള ഒരു പ്രയോഗം ഇല്ല. എന്താണെന്ന് ചോദിച്ചാൽ, പ്രയോഗം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പിന്നെ വൈസർ ഉള്ളപ്പം പിന്നെ മോർ വൈസ് വേണോ, അതാണ് ചോദ്യം. മോർ ചേർക്കുന്നത് സാധാരണ ഇപ്പോൾ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളർ അങ്ങനെ ഒന്നും എഴുതാൻ പറ്റാത്ത കേസിലാണ് നമ്മൾ മോർ ബ്യൂട്ടിഫുൾ എന്ന് ചേർക്കുന്നത്. അപ്പോൾ ഇവിടെ മോർ വൈസ് എന്ന് വേണോ? മോർ വൈസും കമ്പാരറ്റീവ് ഡിഗ്രി ആയിട്ട് കൂട്ടാം. അങ്ങനെ ഉപയോഗമുണ്ടോ? അങ്ങനെ ഒരു പ്രയോഗമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉണ്ട്. ആദ്യത്തെ എൻ്റെ വൈസറും രണ്ടാമത്തെ എൻ്റെ മോർ വൈസുമാണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? അത്യാവശ്യമാണെങ്കിൽ എല്ലാ പോസിറ്റീവ് ഡിഗ്രിയുടെയും കൂടെ മോർ ചേർത്ത് കമ്പാരറ്റീവ് ഡിഗ്രി ഉണ്ടാക്കാം. എപ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റുന്നത് പറയാവോ? എപ്പോഴാണ്? ആ രണ്ട് സെൻറ്റൻസിൻ്റെയും പ്രത്യേകത മനസ്സിലാക്കണം. ആദ്യത്തേത് രാജു പിന്നെ രവിയേക്കാൾ ബുദ്ധിയുള്ളവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തേത് രാജുവിന് ശക്തിയേക്കാൾ ബുദ്ധിയാണെന്ന് പറഞ്ഞു. അപ്പോൾ വ്യത്യാസമുണ്ട്. രണ്ടു പേരുടെ ഒരു ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പം വൈസർ, ടാളർ, ഗ്രേറ്റർ എന്നൊക്കെ ഉപയോഗിക്കാം. എന്നാൽ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റിയാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ മോർ ചേർത്താണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം അതങ്ങനെ ആ ക്വസ്റ്റ്യൻ അവിടെ കയറി കിടന്നുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിലോട്ട് പോയത്. അതും കൂടെ അങ്ങ് പറഞ്ഞു തരാം. രാജു ഈസ് ഡാഷ് ദാൻ രവി, രാജു ഈസ് വൈസർ ദാൻ രവി. രാജു ഈസ് ഡാഷ് ദാൻ സ്ട്രോങ്, രാജു ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്ന് പറയും. എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ രാജു രവിയേക്കാൾ രണ്ട് വ്യക്തികളുടെ ബുദ്ധി കമ്പയർ ചെയ്യുന്നു. രണ്ട് വ്യക്തികളുടെ ഒരു ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ വൈസർ, ടാളർ, സ്ട്രോങ്ങർ, ഗ്രേറ്റർ എന്നൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നോർമൽ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ രാജു ഈസ് ഡാഷ് ദാൻ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ തന്നെ ബുദ്ധിയും ശക്തിയും കമ്പയർ ചെയ്തിരിക്കുക. അതായത് ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് കമ്പയർ ചെയ്യുമ്പോൾ എന്തു വന്നാലും മോർ ചേർത്ത് എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് രാജു ഈസ് ഡാഷ് ദാൻ സ്ട്രോങ് എന്നുള്ളത് മോർ വൈസ് ദാൻ സ്ട്രോങ്. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചോദ്യം കാണിച്ചു തരാം. ഇവിടെ അബദ്ധത്തിൽ കയറി വന്ന ഇപ്പോൾ ഒരാളുടെ രണ്ട് ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ മോർ ചേർത്ത് എഴുതുക. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടിപ്സായിട്ട് കയറി വന്നതാണെന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും ഒരു ഇൻഫർമേഷൻ കിട്ടി. രാജു ഈസ് ഡാഷ് ദാൻ ഇൻ്റലിജൻറ്റ്, ഇൻ്റലിജൻസ് അല്ല ഇൻ്റലിജൻറ്റ്, അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇനി നിങ്ങൾ പറ, സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്, മോർ സ്മാർട്ട്. വരാൻ സാധ്യതയുള്ള രണ്ട് ഉത്തരം, ഒന്ന് സ്മാർട്ടറും രണ്ട് മോർ സ്മാർട്ടുമാണ്. ഇവിടെ സ്മാർട്ടർ എന്ന് വരണമെങ്കിൽ രണ്ട് പേര് വേണം. എന്നാൽ മോർ സ്മാർട്ട് എന്ന് വരണമെങ്കിൽ ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റി വേണം. ഇനി പറ, രാജു ഈസ് ഡാഷ് ദാൻ ഇൻ്റലിജൻറ്റ്, രാജുവിൻ്റെ സ്മാർട്ടും രാജുവിൻ്റെ ഇൻ്റലിജൻസും കമ്പയർ ചെയ്തിരിക്കുന്നു. ഇനി പറ ഏതാണ് വരുന്നത്? ആൻസർ മോർ സ്മാർട്ട്. എന്നാൽ രാജു ഈസ് സ്മാർട്ടർ ദാൻ രവി എന്നായിരുന്നെങ്കിൽ സ്മാർട്ടറേ വരൂ. ഇപ്പോൾ മനസ്സിലായോ? ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ വീണ്ടും ആവർത്തിക്കുന്നു. ഏതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? എയ്തർ ഓർ, നെയ്തർ നോർ, ബോത്ത് ആൻഡ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ആസ് വെൽ ആസ് ആൻഡ്. നെയ്തർ നോർ, എയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ. ഇവ ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് രണ്ടാമത്തെ സബ്ജക്റ്റിന് മാത്രം അനുസരിക്കുന്നു. നെയ്തർ നോർ നെഗറ്റീവും എയ്തർ ഓർ പോസിറ്റീവുമാണ്. ഓർ പോസിറ്റീവും നോട്ട് ഓൺലി ബട്ട് ആൾസോ നെഗറ്റീവുമാണ്. നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ട് കൂട്ടുന്നില്ല. ഇപ്പം നോട്ട് ഓൺലി ഹി ബട്ട് ആൾസോ ഹിസ് ഫ്രണ്ട്സ് ആർ ബിസി എന്ന് പറയുമ്പം അവിടെ ഒരു നെഗറ്റീവ് ടച്ച് വരുന്നില്ല. അത് നെഗറ്റീവായിട്ട് കൂട്ടേണ്ട കാര്യമില്ല സത്യം പറഞ്ഞാൽ. എന്നാൽ നെയ്തർ നോർ നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ നെയ്തർ നോർ വരുന്ന സെൻറ്റൻസുകളിൽ പിന്നെ നെഗറ്റീവ് ആവശ്യമില്ല. പിന്നെ പഠിച്ചത് ബോത്ത് ആൻഡ്. ആൻഡിൻ്റെ റൂളാണ്. ബോത്ത് ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. പിന്നെ പഠിച്ചത് ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് വെച്ച് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. രാജു ഈസ് എ ടീച്ചർ, രവി ഈസ് ആൾസോ എ ടീച്ചർ. രാജു ആസ് വെൽ ആസ് രവി ഈസ് എ ടീച്ചർ എന്നാണ് പറയുന്നത്. ഈസ് എ ടീച്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ വെർബ് ഫ്രേസ് മാറത്തില്ല, അല്ലെങ്കിൽ ക്ലോസ് മാറത്തില്ല, വെർബ് ഭാഗം മാറത്തില്ല. എന്നാൽ രണ്ട് സബ്ജക്റ്റിന് രണ്ട് വെർബും വരുവാണെങ്കിൽ നെയ്തർ രവി ഹീ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാവ് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഹീ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ്. ആസ് വെൽ ആസ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ വെർബ് ആദ്യത്തെ സബ്ജക്റ്റിനെ അനുസരിച്ച് ഹീ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് ഹാസ് എന്നാണ് പറയുന്നത്. തിരിച്ചു പറഞ്ഞാൽ ഹിസ് ഫ്രണ്ട്സ് ആസ് വെൽ ആസ് ഹീ ഹാവ് എന്ന് പറയും. അത്രയേ ഉള്ളൂ. അതാണ് വ്യത്യാസം. ആൻഡ് ചേർത്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. അതുകൊണ്ട് ആസ് വെൽ ആസും ആൻഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ, ഏതാണെന്ന് അറിയണമെങ്കിൽ വെർബ് നോക്കണം. ഓക്കെ. പിന്നെ പറഞ്ഞത് രണ്ടുപേരുടെ ഒരു ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പം വൈസർ, ടാളർ, ഗ്രേറ്റർ എന്നൊക്കെ ഉപയോഗിക്കാം. ഉദാഹരണം, രാജു ഈസ് ഓൾഡർ ദാൻ രവി. ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോൾ മോർ ചേർത്താണ് എഴുതേണ്ടത്. രാജു ഈസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്ന് പറയും.
ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ചലഞ്ചിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എല്ലാ ക്ലാസ് പോലെ തന്നെയും ഈ ചലഞ്ചും നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താഴെയുള്ള ലിങ്കിൽ കയറി പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ ആരും മറക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, അടുത്ത ചലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പുതിയ കുറച്ച് ടോപ്പിക്കുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ ഈ ചലഞ്ച് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾ ഇങ്ങനെയുള്ള ചലഞ്ചുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? LP-UP ഒരു സുവർണ അവസരമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കാണുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഒരു കാരണവശാലും നിങ്ങൾ ക്ലാസ് കമൻറ്റ് ചെയ്യാതെ ക്ലാസ് അവസാനിപ്പിച്ച് പോകരുത്. എല്ലാവർക്കും ആശംസകൾ. 4ാമത്തെ ഡേയ്ക്ക് വേണ്ടി, ചലഞ്ചിന് വേണ്ടി കാത്തിരിക്കുക. തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. താങ്ക് യു. ബൈ ഫ്രം രഞ്ജിത്ത് RK, തഴവ.